പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത് 5 വഖത്ത് നമസ്കാരം. ആ 5 വഖത്ത് നമസ്കാരത്തിലെ ഏറ്റവും പുണ്യമുള്ള നിസ്കാരം അത് അസ്ർ നിസ്കാരമാണ്, അല്ലേ? അസ്ർ നിസ്കാരം, ഈ അസ്ർ നമസ്കാരത്തിന് ശേഷം അതേ വുദൂഓടുകൂടി അതുപോലെ തന്നെ ഖിബ്ലക്ക് മുന്നിട്ട് ഒരു മനുഷ്യൻ 10 പ്രാവശ്യം, ഇനി നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്ന ആയത്ത്, ആ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് 10 വമ്പൻ നേട്ടങ്ങളാണ്. അതിൽ രക്തസാക്ഷിയുടെ പ്രതിഫലം അള്ളാഹു അവനിക്ക് കൊടുക്കുമെന്ന് കാണാം. അതുപോലെ തന്നെ ശുഹദാക്കളുടെ കൂടെ സ്വർഗത്തിൽ അള്ളാഹു തആല അവനെ കടത്തുമെന്ന് കാണാം. അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങൾക്ക് ശിഫാ കിട്ടുമെന്നും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവും. ഇങ്ങനെ നിരവധി അനവധി നേട്ടങ്ങൾ ഈ ചെറിയ ഒരു കുഞ്ഞനായത്ത് എല്ലാ ദിവസവും അസ്ർ നമസ്കാരം കഴിഞ്ഞ് പാരായണം ചെയ്താൽ നമുക്ക് കിട്ടുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ആ ആയത്ത്, അത് എത്ര പ്രാവശ്യമാണ് ഓതേണ്ടത്, അതിൻ്റെ മറ്റ് നേട്ടങ്ങൾ എന്തൊക്കെയാണ്, വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് കേട്ടാലോ? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ അസ്ർ നമസ്കാരത്തിന് ശേഷം നമ്മൾ ഈ ആയത്ത് ഓദിക്കോ, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ നമ്മൾ അനുഭവിച്ചറിയും. അല്ലാഹു തആല അതിന് അവസരം തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, കരുണാവാരിധിയായ പടച്ച റബ്ബ് അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നല്ല ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല ജീവിതം, ദുനിയാവിൽ നല്ല ജീവിതം വേണം, നാളെ ഖബറാകുന്ന ലോകത്ത് നല്ല ജീവിതം വേണം, മഹ്ശറയിൽ നല്ല ജീവിതം വേണം, സ്വർഗത്തിൽ കടക്കണം. അല്ലാഹു തആല അതിനെല്ലാം നമുക്ക് അവസരം തരുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അല്ലാഹു തആല പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ക്ലാസ്സുകൾ കൊണ്ട് അല്ലാഹു തആല നമുക്ക് ഇഹപര വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഖുർആൻ എല്ലാ ദിവസവും ഓതാറില്ലേ? ഉണ്ട്. നമ്മുടെ യാസീൻ ഓതാറുണ്ട്, അതുപോലെ ആയത്തുൽ കുർസി ഓതാറുണ്ട്, ആമന റസൂൽ ഓതാറുണ്ട്, അതുപോലെ തന്നെ സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത് ഓതാറുണ്ട്, അതുപോലെ തന്നെ സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സൂറത്തുകളും ആയത്തുകളൊക്കെ എല്ലാ ദിവസവും നമ്മൾ ഓതാറുള്ളതാണ്. അപ്പോൾ ഖുർആൻ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാണ്. ഖുർആനിലെ ചില സൂറത്തുകൾ, ചില ആയത്തുകൾ, അതൊക്കെ നമ്മുടെ സാമ്പത്തികമായ, ശാരീരികമായ, മാനസികമായ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ട് ചില ഖുർആൻ സൂറത്തുകൾ, ചില ആയത്തുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പലപ്പോഴും ഓതാറുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ചില ദിക്റുകളും ചില ആയത്തുകളൊക്കെ പറയാറില്ലേ? ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ നിസ്കാരം കഴിയുമ്പോൾ, ഇപ്പോൾ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം സലാം വീട്ടിയ ഉടൻ തന്നെ നമ്മൾ എന്ത് പറയും? അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് 3 വട്ടം പറയാറുണ്ട്, അല്ലേ? അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതൊക്കെ 33 പ്രാവശ്യം പറയാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു എന്ന് തുടങ്ങിയ ദിക്ർ ഒരു വട്ടം നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ 10 പ്രാവശ്യം പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എല്ലാ നമസ്കാരത്തിന് ശേഷം ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ സുബഹി നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും സ്പെഷ്യലായിട്ട് നമ്മൾ ഇരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ പരമാവധി കാലനക്കാതെ, കാലിപ്പോൾ വേദനയാണെങ്കിൽ കാലിപ്പോൾ നേരെ വെച്ചിരിക്കാം, അതല്ല കാലനക്കാതെ ഖിബ്ലക്ക് നേരെ തന്നെ വുദൂഓടുകൂടി പറയണം. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 10 പ്രാവശ്യം ഒരു മനുഷ്യൻ പറഞ്ഞു. അതിനുശേഷം അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് ഒരാൾ 7 വട്ടം പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കടലിൻ്റെ നുരയോളം തെറ്റുകൾ അവൻ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നെല്ലാം നമുക്ക് കിതാബുകളിൽ, ഹദീസുകളിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുമ്പ് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു 5 വഖത്ത് നമസ്കാരം. ഈ 5 വഖത്ത് നമസ്കാരത്തിൽ ഏറ്റവും പുണ്യമുള്ള നിസ്കാരം ഏതാണ്? അത് സ്വലാത്തുൽ വുസ്തായാണ് എന്നാണ് നമുക്ക് ഹദീസുകളിൽ കാണുന്നത്. ഈ സ്വലാത്തുൽ വുസ്ത എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് സുബഹി നമസ്കാരമാണെന്നും ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതല്ല, അത് അസർ നിസ്കാരമാണെന്ന് മറ്റൊരു ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അസർ നിസ്കാരവും സ്വലാത്തുൽ വുസ്തയാണെന്ന് ഭൂരിഭാഗം അഭിപ്രായമുണ്ട്. അസർ നമസ്കാരം പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു നിസ്കാരമാണ് അസർ നമസ്കാരം. ഇന്നലത്തെ അസർ നിസ്കാരം എത്ര പേരെ നിസ്കരിച്ചിരുന്നു?
എന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് നമുക്ക് ധൈര്യസമയത്ത് ഞാൻ നിസ്കരിച്ചു എന്ന് പറയാൻ പറ്റും? അസർ നിസ്കാരം നമ്മൾ പലപ്പോഴും കുറച്ചും കൂടെ സമയമുണ്ടല്ലോ, കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് അവസാനം മഗ്രിബ് വാങ്ക് വിളിച്ചാലും അസർ നിസ്കരിച്ചിട്ടുണ്ടാവില്ല, മഗ്രിബ് നിസ്കരിച്ചിട്ടുണ്ടാവില്ല. പലപ്പോഴും ഭൂരിഭാഗം ആളുകൾക്കും ഖളാ ആയി പോകുന്ന ഒരു നിസ്കാരമാണ് അസർ നിസ്കാരം. അതുകൊണ്ട് അസർ നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കണം. അത് പ്രത്യേകം നമ്മൾ കരുതുക. ഒരു മനുഷ്യൻ അസർ നിസ്കാരം ഖളാ ആക്കിയാൽ അവൻ്റെ റിസ്ക്, അവൻ്റെ ഉപജീവനം തടയപ്പെടും. ഇനിയിപ്പോൾ ഭാര്യയാണ് നിസ്കരിക്കാതിരിക്കുന്നതെങ്കിൽ ഭർത്താവിൻ്റെ കച്ചവടത്തിൽ അത് ബാധിക്കും. ഇനിയിപ്പോൾ ഭർത്താവാണ് നിസ്കരിക്കാതിരിക്കുന്നതെങ്കിൽ അത് കുടുംബജീവിതത്തെ ബാധിക്കുമെന്നെല്ലാം മഹത്തുക്കൾ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ 5 വഖ്ത് നമസ്കാരവും ഖളാ ആക്കാതെ നമ്മൾ പ്രത്യേകം നിസ്കരിക്കുക. ഇനി അഥവാ എന്തെങ്കിലും ഒരു അബദ്ധവശാൽ ഖളാ ആയി പോയാൽ തന്നെ അത് ഖളാ വീട്ടിൽ പോയി വേഗം തന്നെ നിസ്കരിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഞാനിങ്ങനെ വിശദമായിട്ട് ഈ അസർ നമസ്കാരത്തെ പറ്റി പറയാനുള്ള കാരണം, അസർ നമസ്കാരത്തിന് ശേഷം ഒരു മനുഷ്യൻ അവൻ ഇരിക്കുന്നു. എങ്ങനെ? അസർ നമസ്കാരം കഴിഞ്ഞ് ഖിബലയിലേക്ക് തിരിഞ്ഞ് വുളൂഓടുകൂടി ഒരാൾ ഇരിക്കുന്നു. എന്നിട്ട് അവൻ പറയുകയാണ് എന്ത്? വിശുദ്ധമായ ഖുർആനിലെ അതിസുന്ദരമായ എളുപ്പമുള്ള നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ള ഒരു ചെറിയ ആയത്ത്. ആ ആയത്ത് ഒരു മനുഷ്യൻ 10 പ്രാവശ്യം ഓതിയാൽ, അസർ നമസ്കാരം കഴിഞ്ഞ എല്ലാ ദിവസവും, ളുഹറല്ല, അതുപോലെ തന്നെ സുബഹി അല്ല, ഇശായല്ല, മഗ്രിബല്ല, അസർ നിസ്കാരമാണ്. കിതാബിൽ കാണാം അസർ നിസ്കാരം. അപ്പോൾ അസർ നമസ്കാരത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ വൈകുന്നേര സമയമാണല്ലോ, ആ നമസ്കാരത്തിന് ശേഷം ഒരാൾ 10 പ്രാവശ്യം ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ ഇരുന്നിട്ട് 10 പ്രാവശ്യം ഒരാൾ ഇനി പറയാൻ പോകുന്ന ഒരു ആയത്ത് ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് കിട്ടാൻ പോകുന്നത് 10 വമ്പൻ പ്രതിഫലങ്ങളാണ്, 10 മഹാനേട്ടങ്ങളാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവും മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയ ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാന്മാർ പറയുന്നു, ഒരു മനുഷ്യൻ അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ഇനി പറയാൻ പോകുന്ന ഒരു ആയത്ത് അവൻ സ്ഥിരമായിട്ട് 10 പ്രാവശ്യം വീതം ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താണ്? സലാമത്തുൻ ഫിൽ ബദനി. എന്താണ്? സലാമത്തുൻ ഫിൽ ബദനി, രോഗങ്ങളില്ലാത്ത ശരീരം അള്ളാഹു അവനിക്ക് കൊടുക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ഇല്ല, ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, അതുപോലെ തൈറോയിഡ് ഇല്ല, അതുപോലെ തന്നെ എന്താണ് ഒരു തരത്തിലുള്ള അസുഖവുമില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് അവൻ കിടപ്പിലായി പോകുന്ന, അവൻ തളർന്നു പോകുന്ന, അവനിക്കൊന്ന് എഴുന്നേറ്റിരിക്കാൻ പറ്റാതെ പോകുന്ന അസുഖങ്ങൾ അല്ലാഹു തആല അവനിക്ക് കൊടുക്കൂല എന്നാണ്. മാരകമായ അസുഖങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഈ ആയത്ത് മാത്രം മതി എന്നാണ്. അതെപ്പോൾ ഓതണം? അസർ നിസ്കാരം കഴിഞ്ഞ് ഓതണം. എല്ലാ ദിവസവും 10 പ്രാവശ്യം വീതം ഓതണം. അതിൽ ഒന്നാമത്തെ പ്രതിഫലം എന്താണ്? സലാമത്തുൻ ഫിൽ ബദനി, രോഗങ്ങളില്ലാത്ത ഒരു ശരീരം. അതായത് കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്തു പോയി ആരാരും സഹായിക്കാനില്ലാതെ അല്ലെ കാണുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് മരിച്ചെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ അല്ലാഹു തആല കൊണ്ടെത്തിക്കൂല. അതാണ് ഒന്നാമത്തെ നേട്ടം. രണ്ടാമത്തെ പ്രതിഫലമോ വബറകത്തുൻ ഫിർ റിസ്ഖി, അതായത് നമ്മുടെ ജീവിത വിഭവത്തിൽ എന്തുണ്ടാകും? ബറക്കത്തുണ്ടാകും. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല, കുടിക്കുന്ന വെള്ളമുണ്ട്, ധരിക്കുന്ന വസ്ത്രമുണ്ട്, അതുപോലെ നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, അതുപോലെ തന്നെ നമ്മുടെ കച്ചവടം, നമ്മുടെ വാഹനം, നമ്മുടെ വീട്, ഇതെല്ലാം എന്താണ്? റിസ്ക്കിൽ പെടും. ഇതിലെല്ലാം വലിയ സന്തോഷമുണ്ടാകും, ഇതിലെല്ലാം വലിയ സംതൃപ്തി ഉണ്ടാകും, ഇതിലെല്ലാം നമുക്ക് വലിയ സമാധാനമുണ്ടാകും. അതാണ് വബറകത്തുൻ ഫി റിസ്ഖി, റിസ്ക്കിൽ വലിയ വിശാലതയുണ്ടാകും, ഖൈറുണ്ടാകും, സലാമത്തുണ്ടാകും. അല്ലാഹു തആല അത് തന്ന് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമത്തെ പ്രതിഫലം യഖീനുൻ ബിലാ ശക്ക്, അതായത് ദീനിയായ വിഷയത്തിൽ ഒരു സംശയവും അവനിക്കുണ്ടാവൂല. അല്ലാഹ് ഉണ്ടോ, റസൂലുണ്ടോ, നരകമുണ്ടോ, സ്വർഗമുണ്ടോ, മലക്കുണ്ടോ, ഇസ്ലാം സത്യമാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ. അതായത് ഇന്നിപ്പോൾ ഒരുപാട് യുക്തിവാദി സംഘങ്ങൾ, നിരീശ്വരവാദികളൊക്കെ കൂടുന്ന കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയെ തൊട്ട് നമ്മളെയും നമ്മുടെ മക്കളെയൊക്കെ കാവൽ കിട്ടാൻ, കാത്തു കിട്ടാൻ എല്ലാ അസ്ർ നമസ്കാരത്തിന് ശേഷവും ഇനി പറയാൻ പോകുന്ന ആ ആയത്ത് നമ്മൾ ഓതാൻ വിട്ടുപോവണ്ട. മാത്രമല്ല ഇന്നിപ്പോൾ വസുവാസുകളുടെ കാലമാണ്, സംശയ രോഗങ്ങളുടെ കാലമാണ്. ഇപ്പോൾ നമ്മുടെ യൂട്യൂബൊക്കെ തുറന്നു നോക്കിയാൽ നമ്മുടെ ക്ലാസ്സുകൾക്കൊക്കെ താഴെ എത്രയോ വസുവാസിൻ്റെ വുദു കൊടുക്കുമ്പോൾ വസുവാസാണ്, നിസ്കരിക്കുമ്പോൾ വസുവാസാണ്, ബാത്റൂമിൽ പോകുമ്പോൾ വസുവാസാണ്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വസുവാസാണ്. ഇങ്ങനെ പലതരത്തിലുള്ള വസുവാസ്, പലതരത്തിലുള്ള സംശയങ്ങൾ, സംശയ രോഗങ്ങളൊക്കെ കൂടുന്ന കാലമാണ്. അതിനെ തൊട്ടെല്ലാം വലിയ കാവൽ കിട്ടാൻ ഈ കാര്യം ചെയ്താൽ മതി. നാലാമത്തെ പ്രതിഫലം തൗബത്തുൻ ഖബലൽ മമാത്ത്,
മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാൻ പറ്റും. അതായത് പെട്ടെന്നുള്ള മരണം, ആക്സിഡന്റ് മരണം, മോശപ്പെട്ട മരണങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടും. മാത്രമല്ല മരിക്കുന്നതിന് മുമ്പ് പരിപൂർണമായ തൗബ ചെയ്തിട്ട് നമുക്ക് മരിക്കാൻ പറ്റുമെന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുകയാണ്. വ തൗബത്തുൻ ഖബലൽ മമാത്ത്. അല്ലാഹു തആല തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അഞ്ചാമത്തെ പ്രതിഫലം ഖുറൂജു റൂഹുഹു മഅ ശഹാദ. അതായത് അവൻ മരിക്കുന്ന സമയത്ത് അല്ലാഹു തആല അവനിക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? ശുഹദാക്കളുടെ കൂടെയായിരിക്കും അവൻ്റെ റൂഹ് ഉണ്ടാവുക. ആത്മാക്കൾ ആരുടെ കൂടെ? ശുഹദാക്കളോടൊപ്പം, രക്തസാക്ഷികളോടൊപ്പം ആയിരിക്കും. അത്രമാത്രം വലിയ മഹത്വം എല്ലാ ദിവസവും അസർ നമസ്കാരത്തിന് ശേഷം ഇനി പറയാൻ പോകുന്ന ആയത്ത് ഓതിയാൽ അവനിക്ക് കിട്ടുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. ഇനി ആറാമത്തെ പ്രതിഫലം കേട്ടോ. വ മഹബ്ബത്തുൻ ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളായ മനുഷ്യരുടെ ഹൃദയത്തിൽ എന്തുണ്ടാകും? ഇഷ്ടമുണ്ടാകുമെന്നാണ്. എന്തിനേറെ ശത്രുക്കൾ പോലും നമ്മളെ ഇഷ്ടപ്പെടും, നമ്മളെ വാഴ്ത്തും, നമ്മളെ പുകഴ്ത്തും. 40 മുഅ്മിനീങ്ങളെങ്കിലും നമ്മളെപ്പറ്റി നല്ലത് പറഞ്ഞാൽ, നമ്മുടെ മരണത്തിന് ശേഷം 40, ചുരുങ്ങിയതൊരു 40 പേരെങ്കിലും നല്ല മുഅ്മിനീങ്ങൾ നമ്മളെപ്പറ്റി നല്ലത് പറഞ്ഞാൽ നമുക്ക് സ്വർഗം കിട്ടുമെന്നാണ്. അപ്പോൾ എല്ലാ മുഅ്മിനീങ്ങളും നമ്മളെപ്പറ്റി നല്ലത് പറയാൻ എന്ത് ചെയ്യുക? മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളെപ്പറ്റിയുള്ള മോശം ചിന്തയൊന്നും ഇല്ലാതിരിക്കാൻ ഈ ഒരു ആയത്ത് നമ്മൾ എല്ലാ ദിവസവും അസ്ർ നമസ്കാരത്തിന് ശേഷം ഓതിയാൽ മതി. ഏഴാമത്തെ പ്രതിഫലം യുവസ്സിഉല്ലാഹു ഫീ ഖബ്രിഹി. അവൻ്റെ ഖബർ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുന്നതാണ്. അത് തന്നെ ഏറ്റവും വലിയ ഒരു കാര്യമല്ലേ? നമ്മുടെ ഖബർ ജീവിതം സന്തോഷത്തിലാവുക, ഖബർ വിശാലമായി കിട്ടുക, ഖബറിന്റെ നെരുക്കത്തെ തൊട്ട് ഇടുക്കത്തെ തൊട്ടുള്ള കാവൽ കിട്ടുക. അത് തന്നെ ഏറ്റവും വലിയ കാര്യമല്ല. അപ്പോൾ ഖബറിന്റെ അദാബിനെ തൊട്ടുള്ള കാവൽ കിട്ടും. ഖബർ എന്ന് കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ, കണ്ടാൽ ഉടൻ വാ വിട്ടു നീ കരയേണ്ടതാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളൊക്കെ ഖബറിന്റെ ചാരത്തോടി പോകുന്നുണ്ട്, ഞങ്ങൾക്ക് ചിരിയാണ് വരുന്നത്, കരച്ചിലൊന്നും വരാറില്ല. അത് അത്രമാത്രം ഈമാനെ എനിക്കും നിങ്ങൾക്കുള്ളൂ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കാണുമ്പോൾ, ഖബറെന്ന് കേൾക്കുമ്പോൾ മഹാനവറുകൾ കരഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഈ ഖബറിൽ ആരെങ്കിലും വിജയിച്ചാൽ അവൻ്റെ ആഖിറം വിജയിച്ചു എന്നാണ്, ഖബറിൽ പെട്ടുപോയാൽ അവൻ ആഖിറത്തിൽ പെട്ടുപോകുമെന്നാണ്. അതുകൊണ്ട് ഖബർ ജീവിതം സന്തോഷത്തിലാവണോ? അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇനി പറയാൻ പോകുന്ന ആയത്ത് എല്ലാ ദിവസവും അസ്ർ നമസ്കാരം കഴിഞ്ഞ് 10 പ്രാവശ്യം, ചുരുങ്ങിയത് ഒരു 5 മിനിറ്റ് പോലും വേണ്ട, 3-4 മിനിറ്റ് മാത്രം മതി നമുക്ക് ഓതി തീർക്കാൻ. എട്ടാമത്തേത് നമ്മുടെ നന്മയും തിന്മയും തൂക്കപ്പെടുന്ന കിതാബ് ഉണ്ടല്ലോ, ആ കിതാബ് നമ്മുടെ വലത് കൈയിൽ കിട്ടുമെന്നാൽ, മുന്നിലൂടെ വലത് കൈയിൽ കിട്ടാൻ ഈ ഒരു ആയത്ത് ഓതിയാൽ കാരണമാണ്. പിന്നെ 9-ാമത്തേത് സുറാത്തു പാലം വേഗത്തിൽ, എങ്ങനെ കത്വയിരി, ഒരു പക്ഷി വേഗത്തിൽ പറക്കുന്ന അടക്കാക്കിളിയൊക്കെ ഉണ്ടല്ലോ, സ്പീഡിൽ അത് പറന്നു പോകും. അങ്ങനെ ആ ഒരു പക്ഷിയുടെ അല്ലെങ്കിൽ മിന്നലിന്റെ വേഗതയിൽ നമുക്ക് സുറാത്തു പാലം കടന്ന് സ്വർഗത്തിലേക്ക് ചെല്ലാൻ പറ്റുന്ന, നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു ആയത്താണ് ഇനി പറയാൻ പോകുന്നത്. 10-ാമത്തേത് യദ്ഖുലുൽ ജന്ന ബിഗൈരി ഹിസാബ്. വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന മഹാഭാഗ്യവാന്മാർ, മഹാഭാഗ്യവതികൾ, അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു തആല നമുക്ക് അവസരം തരുന്നതാണ്. അപ്പോൾ 10 വമ്പൻ നേട്ടങ്ങളാണ് ഈ ആയത്ത്. ഒരു മനുഷ്യൻ അസ്ർ നമസ്കാരത്തിന് ശേഷം ഒരാൾ ഉളുവോടുകൂടി അവിടെ തന്നെ ഇരുന്നിട്ട് 10 പ്രാവശ്യം വീതം ഓതിയാൽ അവനക്ക് കിട്ടാൻ പോകുന്നത്. അല്ലാഹു തആല ഈ അവസരം നമുക്ക് മുതലെടുക്കാനുള്ള തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. വേറെ ഒന്നുമല്ല, നമുക്ക് അറിയാവുന്ന ആയത്താണ്. അറിയാൻ പാടില്ലാത്ത സൂറത്തിൽ നിന്നും നമുക്ക് പ്രയാസമുള്ള ഒരു ആയത്തൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ നമുക്കറിയാമല്ലോ. ആ സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്തുണ്ട്. ആ ആയത്ത് ഒരുപാട് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും സുന്ദരമായ പ്രതിഫലമുള്ള ആയത്തെന്നാണ് ആയത്തിനെ പറ്റി മഹത്തുക്കൾ പറഞ്ഞിട്ടുള്ളത്. അത് വേറെ ഒന്നുമല്ല, ആ ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസി, ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി 10 പ്രാവശ്യം അസ്ർ നമസ്കാരത്തിന് ശേഷം അവൻ ഇരുന്ന ഇരിപ്പിൽ ഓതിയാൽ അവനക്ക് കിട്ടാൻ പോകുന്ന വമ്പൻ 10 നേട്ടങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അയ്യേ ഉസ്താദ്, ആയത്തുൽ കുർസിയാണോ? അതൊക്കെ ഞങ്ങൾക്കറിയാം. ആയിക്കോട്ടെ, നിങ്ങൾക്കറിയാം. പക്ഷെ എത്ര പേര് ആയത്തുൽ കുർസി നല്ല ശ്രദ്ധയോടുകൂടി അസ്ർ നമസ്കാരത്തിന് ശേഷം ഓതും? വളരെ കുറഞ്ഞ ആളുകളായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഓതാൻ പറ്റുമെങ്കിൽ ഇന്ന് തൊട്ട് തുടങ്ങിക്കോ. എങ്കിൽ നിങ്ങൾക്ക് വെച്ചടി കയറ്റമുണ്ടാകും, ഒരു പ്രയാസവും ഉണ്ടാകില്ല, സങ്കടവും ഉണ്ടാവില്ല. അല്ലാഹു തആല അതിനെ തൊട്ടെല്ലാം വലിയ കാവൽ തരുമെന്നാണ്. അപ്പോൾ ആയത്തുൽ കുർസിയുടെ പവർ അത് വളരെ അധികം പവറാണ് അല്ലേ? എല്ലാ നമസ്കാരത്തിന് ശേഷവും നമ്മൾ ഓതാറുണ്ട് ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസി അല്ലാതെ സ്പെഷ്യലായിട്ട് 10 പ്രാവശ്യം ഓതണം കേട്ടോ. അപ്പോൾ മൊത്തം 11 ആയത്തുൽ കുർസിയാകും. അപ്പോൾ നമ്മൾ അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ആയത്തുൽ കുർസി ഓതാറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ 10 ആയത്തുൽ കുർസിയുടെ കാര്യം പറയുന്നത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ആയത്തുൽ കുർസി നിങ്ങൾ ഓതി നോക്കുക. ഈ പറയപ്പെട്ട പ്രതിഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും
എല്ലാവിധത്തിലുള്ള ഖൈറ് കിട്ടുന്ന, സലാമത്ത് കിട്ടുന്ന, ബറക്കത്ത് കിട്ടുന്ന നല്ല ആളുകളെ നമ്മളെല്ലാവരെയും അള്ളാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അനവധി ആളുകൾ പല പ്രയാസത്തിൽ, സങ്കടത്തിൽ, ദുരിതത്തിൽ കഴിയുന്നു. അള്ളാഹുവേ, പടച്ച റബ്ബേ, ആരെല്ലാം ഏതൊക്കെ വിഷമമാണോ, പ്രയാസമാണോ, എന്തെല്ലാം ദുആവസിയത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാ. വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ ദൂരീകരിക്കണേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഹജ്ജിന് പോവാൻ, ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ആ യാത്ര നീ എളുപ്പത്തിലും റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കണേ അല്ലാ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.